Hi everyone, welcome to another video. In this video also we are going to discuss about a problem related with the conversion of single entry system into double entry system. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കൺവർഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻടു ഡബിൾ എൻട്രി സിസ്റ്റമിന്റെ ഭാഗമായിട്ട് എങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കി. സോ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി എന്ത് ചെയ്യാം, ഇതേ ഒരു കൺവർഷനുമായി റിലേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ഇൻഫർമേഷൻസ് ഉണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ എന്ത് ചെയ്യാം, ഫൈനലി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യു ആർ ഗിവൻ ദി ഫോളോവിങ് ഇൻഫർമേഷൻസ്. താഴെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, അസറ്റ്സ് ഫോർ മിസ്റ്റർ സിംഗിൾ. അതായത് കമ്പനി ആരാണോ നടത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഓണർ അല്ലെങ്കിൽ കമ്പനിയുടെ പേരാണ് മിസ്റ്റർ സിംഗിൾ. ബിൽസ് റിസീവബിൾ 2500. അസറ്റുകളാണ് ആദ്യം തന്നിട്ടുള്ളത്. ബിൽസ് റിസീവബിൾ ആണ് 2500. സെൻട്രി ഡെപ്റ്റേഴ്സ് 3900. സ്റ്റോക്ക് ഇൻ ട്രേഡ് 7530. പ്ലാന്റ് ആൻഡ് മെഷീനറി 4700. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7000. ക്യാഷ് ഇൻ ഹാൻഡ് 70. സോ നമുക്ക് ക്യാഷ് അസറ്റുകൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് 3600. ബിൽസ് പേബിൾ 1600. ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു 500 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെസിപ്റ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസിൽ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ട് 29,000. ബിൽസ് റിസീവബിൾ എൻക്യാഷ്ഡ്. മുൻപ് എപ്പോഴോ നമുക്ക് ക്യാഷിന് പകരം കിട്ടിയിട്ടുള്ള ബില്ലിപ്പോൾ എന്താക്കിയിട്ടുണ്ട്, ക്യാഷായി മാറിയിട്ടുണ്ട്. സോ ക്യാഷ് റെസിപ്റ്റ് ആണ്. ദെൻ ക്യാഷ് പേയ്മെൻറ്റ്സ് ഉണ്ട്. സാലറി, വേജസ്, ബിൽസ് പേയബിൾ പെയ്ഡ് ആണ്, പേയ്മെൻറ്റിലാണ് തന്നിട്ടുള്ളത്. സോ ബിൽസ് പേയബിൾ പെയ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. 14,300 നമ്മൾ ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ദെൻ പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ഉണ്ട്, വേറെ 14,700. ദെൻ ജനറൽ എക്സ്പെൻസ്, ഡ്രോയിങ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് രണ്ട് എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. അറ്റ് ദി എൻഡ് 240 ആൻഡ് ബിഗിനിങ്ങിൽ 70 വേറെ തന്നിട്ടുണ്ട്. ആൻഡ് ആൾസോ ദർ ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. കഴിഞ്ഞ വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്നും അധികം ക്യാഷ് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അക്കൗണ്ടിലുള്ളതിനേക്കാൾ 500 രൂപ നമ്മൾ അധികം പിൻവലിച്ചിട്ടുണ്ട്. സോ ദർ ഇസ് നോ ഡെബിറ്റ് ബാലൻസ് ഇൻ ബാങ്ക് അക്കൗണ്ട്. അവിടെ നമുക്ക് എന്താണ്, ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. സോ 500 രൂപ നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മൾ മുൻപ് ഒരു പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ പൊസിഷനൊക്കെ. സോ നമുക്ക് ക്യാഷ് ബുക്കിലേക്കുള്ള ക്ലോസിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. സോ നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇനി കണ്ടെത്താനുണ്ടാകുന്നത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ദെൻ മറ്റൊന്ന് പിന്നീട് പറയുന്നത്, താഴെ നമുക്ക് അതർ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ സെയിൽസ് ഉണ്ട്. ടോട്ടൽ സെയിൽസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ ഓൾ ക്രെഡിറ്റ്, അതായത് എല്ലാം ക്രെഡിറ്റ് ആണ്, അവിടെ ക്യാഷ് സെപ്പറേറ്റ് ഇല്ല. സോ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പർച്ചേസ്, ഓൾ ക്രെഡിറ്റ് തന്നെയാണ്, നമുക്ക് ക്യാഷ് പർച്ചേസ് ഇല്ല. സോ നമുക്ക് സെപ്പറേറ്റ് ക്യാഷ് ടോട്ടൽ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ദെൻ ഡിസ്കൗണ്ട് ഫ്രം സപ്ലയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തതുണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതുണ്ട്. ആൻഡ് ബാലൻസ് ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ക്യാഷ് കിട്ടിയെന്നല്ല പറയുന്നത്, ക്യാഷിൻ്റെ പകരം ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ബില്ലുകളാണ്. ആൻഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, അപ്പോൾ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. നേരത്തെ അസറ്റിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസസും തന്നിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ ഡെപ്റ്റേഴ്സ്. 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതായത് നമുക്ക് കിട്ടൂല, ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടൂല എന്ന് സംശയമുള്ളൊരു എമൗണ്ടാണ് ഈ പറയുന്നത്. 5% ഓൺ ഡെപ്റ്റേഴ്സ്. അത് നമുക്ക് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ബിൽസ് പേയബിൾ ഉണ്ട്, ഇഷ്യൂഡ് ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ നേരത്തെ ബിൽസ് റിസീവബിൾ കേസ് പറഞ്ഞു, അതായത് നമുക്ക് ക്യാഷ് കിട്ടിയതല്ല, ഈ വർഷം നമുക്ക് ക്യാഷിന് പകരം കിട്ടിയിട്ടുള്ള ബില്ല്. അതേപോലെ തന്നെ നമ്മൾ ഈ വർഷം കൊടുക്കേണ്ട ക്യാഷ്, കൊടുത്ത ക്യാഷല്ല, പകരം ക്യാഷിൻ്റെ പകരം നമ്മൾ ബില്ലുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്യാഷ് നമ്മൾ പിന്നീട് കൊടുക്കാനാണ്. സോ ലയബിലിറ്റി. ഇത് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അറ്റ് 5% ആൻഡ് ബിൽഡിംഗ് 2.5%. ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. പിന്നീട് പറയുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ 3 ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് നമുക്ക് ചില മിസ്സിങ് ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ. ആദ്യം പറഞ്ഞ പോലെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് വേണം, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസസ് വേണം. സോ നമുക്ക്
ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് വേണം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ഉണ്ടോയെന്നാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടില്ല, ബട്ട് എന്തുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് അസറ്റുകളും ലയബിലിറ്റീസും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓപ്പണിംഗ് അഫയേഴ്സ് വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താം. പിന്നീടുള്ളത് നമുക്ക് ഡെപ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ എന്തുണ്ട്, ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസിൽ ക്യാഷ് റെസീപ്റ്റ് ഉണ്ട് അല്ലേ, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയതുണ്ട്. ആൻഡ് പിന്നെ അവിടെ എന്തും കൂടി ഉണ്ട്, നമുക്ക് തൊട്ട് താഴെ നോക്കിയാൽ ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദിയർ, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷിന് പകരം ബില്ലുകൾ കിട്ടിയതുണ്ട്. സോ ഡെപ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഐറ്റം കൂടി ഉണ്ട്, എന്ത്, ടോട്ടൽ സെയിൽസ്. സെയിൽസ് സാധാരണ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് എവിടെ നിന്ന് കണ്ടെത്തുക, നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് കണ്ടെത്തുക. സോ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എന്താ വേണ്ടത്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഏതൊരു ഐറ്റം, ഏതൊരു അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും നമുക്ക് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ടത്. സോ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, പക്ഷേ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ട്. സോ ബാക്കി ഡെപ്റ്റേഴ്സുമായിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരക്കണം. അതേപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ക്രെഡിറ്റ് ബാലൻസ് ക്ലോസിംഗ് തന്നിട്ടില്ല, ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂറിങ് ദർ, അത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. ദെൻ ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പുതിയതായിട്ട് മറ്റ് 2 മിസ്സിംഗ് ഫിഗേഴ്സ് കൂടി കണ്ടെത്തണം. ബിക്കോസ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ബിൽസ് പേയബിളിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടല്ലേ. സോ അവിടെ എന്തില്ല, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഇല്ല. സോ ക്ലോസിംഗ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു അസറ്റും ഒരു ലയബിലിറ്റിയാണ്. സോ നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കണമെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് വരക്കണം. അതിന് ബിൽസ് പേയബിളിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗ് ബാലൻസസ് എഴുതാം. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിൽസ് പേയബിൾ നമുക്ക് ഈ വർഷം കിട്ടുന്നതുണ്ട്. അതേപോലെ തന്നെ ബില്ല് നമ്മൾ ക്യാഷ് ആക്കി മാറ്റുന്നതുണ്ട്. അതായത് ക്യാഷ് പേ ചെയ്യുന്നുണ്ട് ബില്ലിൻ്റെ മുകളിൽ, ക്യാഷ് റിസീവ് ചെയ്യുന്നതുണ്ട് ബില്ലിൻ്റെ മുകളിൽ. സോ അത്രയും ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുക, അത്രയും കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഫൈനലി ബാലൻസ് ഷീറ്റ് കൂടി പ്രിപ്പയർ ചെയ്യണം. സോ നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത്, നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. സോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഞാനിവിടെ ക്യാഷ് ബുക്ക് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തണം. സോ അതിനുവേണ്ടി നമുക്ക് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. സോ ക്യാഷ് ബുക്കിൽ കാണിക്കേണ്ട ഐറ്റംസ് നമുക്ക് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ക്യാഷിന്റെ റെസിപ്റ്റും ക്യാഷിന്റെ പേയ്മെന്റുകളായിട്ട് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ പിന്നീട് നമുക്ക് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. സോ ക്യാപിറ്റലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്, ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ കണ്ടെത്താൻ. ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് ആൻഡ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബിക്കോസ് ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് തന്നുകൊണ്ട് നമുക്ക് ആ 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് മുൻപ് പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ വരുമാനങ്ങളും ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ എക്സ്പെൻസസ് കാണിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിന്റെ കാര്യങ്ങൾ എഴുതി തുടങ്ങാം. സോ നമുക്ക് ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. സോ ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാം. ബാലൻസ് ബ്രോഡ് ജസ്റ്റ് 70 റുപ്പീസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യന്റെ ആദ്യ ഭാഗത്തിൽ തന്നിട്ടുണ്ട്, അസറ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് 70 റുപ്പീസ്. ദെൻ പിന്നീട് നമുക്ക് റെസീപ്റ്റിന്റെ ഭാഗം, നമ്മുടെ അസറ്റ് ലയബിലിറ്റീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസീപ്റ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ നെക്സ്റ്റ് ഐറ്റം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് അല്ലെ. ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, തന്ന എമൗണ്ട് 29,000. അതേപോലെ മറ്റൊരു റെസീപ്റ്റ് ഉണ്ട്, എന്താണ്, നമ്മൾ ബില്ലുകൾ, അതായത് ബിൽസ് റിസീവബിൾ ഉണ്ടായിരിക്കും, ബിൽസ് പേയബിൾ ഉണ്ടായിരിക്കും. അങ്ങനെ ബില്ല് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ഉണ്ടായിരുന്നു. അതിലൊരു 10,000 ആസ് ബിൽസ് റിസീവ്ഡ്. സോ ബിൽസ് റിസീവബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, അതിലൊരു 10,000 ഉണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ക്യാഷ് വന്നതായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു 2 ഐറ്റംസും പ്ലസ് നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ ക്യാഷിന്റെ റെസിപ്റ്റ് ആയിട്ട് കാണിക്കാൻ. ഇനിയുള്ളത് നമുക്ക് എന്താണ്, നമ്മുടെ ക്രെഡിറ്റ് സൈഡിലെ എക്സ്പെൻസസ് ആണ് കാണിക്കാനുള്ളത്. സോ ആദ്യം ഞാൻ എഴുതുന്നത് അഗെയിൻ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് അഥവാ ബാലൻസ്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഏതാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് ആസ് റുപ്പീസ് 500. അതായത് എന്ത്, നമ്മുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലെ,
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ കേസ് നമ്മൾ കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ബിക്കോസ് നമ്മൾ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, അധിക ക്യാഷ് പിൻവലിക്കാണ്. സോ ഇനി നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനാണ്. സോ നമുക്ക് എന്തല്ല, അതൊരു ഏർണിങ്സ് അല്ല, നമ്മുടെ അസറ്റിന്റെ കുറവിനെയാണ്, ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും അസറ്റുകൾ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. സോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 500 എന്ത് ചെയ്യാം, നമുക്ക് ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിന് നമുക്ക് ബാലൻസ് 70 റുപ്പീസ്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും അസറ്റിന്റെ ഇൻക്രീസിനെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. പക്ഷേ ബാങ്കിന്റെ ബാലൻസ് കുറവായതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരെ കാണിച്ചു. ദെൻ പിന്നീട് നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. ആദ്യം സാലറി വന്നിട്ടുണ്ട്. സാലറി എക്സ്പെൻസ് ആയി വന്നിട്ടുള്ളത് 1200 രൂപ, 1200. ദെൻ നെക്സ്റ്റ് വേജസ് ഉണ്ട്, മറ്റൊരു എക്സ്പെൻസ് വേജസ് വന്നിട്ടുണ്ട് 1580 രൂപ, 1580 രൂപ. നെക്സ്റ്റ് ബിൽസ് പേയബിൾ അല്ലെ, ബിൽസ് റിസീവബിൾ പോലെ തന്നെ ബിൽസ് കൊടുക്കാനുള്ള ക്യാഷ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ എമൗണ്ട് 14,300 രൂപ, 14,300. ദെൻ ഡെപ്റ്റേഴ്സ് ക്യാഷ് തന്ന പോലെ തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എമൗണ്ട് ഈസ് 14,700. സോ ക്രെഡിറ്റേഴ്സ് 14,700 നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. സോ ക്യാഷ് ബുക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കിട്ടാനുണ്ടെന്നോ അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെന്നോ പറയുന്ന ഐറ്റംസ് നമ്മൾ എടുക്കാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ 2 ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്, ബിൽസ് പേയബിൾ ഇഷ്യൂഡും ബിൽസ് റിസീവബിൾ റിസീവ്ഡും. അങ്ങനെ 2 ഐറ്റംസ് ബില്ലിന്റെ കേസിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല, പകരം ബില്ലേ വന്നിട്ടുള്ളൂ അല്ലെ. സോ ആ 2 ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ക്യാഷ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ആ ഐറ്റംസ് കാണിക്കുക. സോ ഇതൊക്കെ നമുക്ക് എന്താണ്, ക്യാഷിന്റെ വരവുകളും ക്യാഷ് പോയിട്ടുമുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് എക്സ്പെൻസസ് ആണ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. എക്സ്പെൻസ് ആയിട്ട് എമൗണ്ട് 800, 800 രൂപ ജനറൽ എക്സ്പെൻസിന്റെ. പിന്നീട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും പറയുന്ന പോലെ ഐറ്റം തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ്, ആൻഡ് ഡ്രോയിങ്സ് എമൗണ്ട് ഈസ് 4,500 രൂപ, 4,500 രൂപ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് മറ്റ് എക്സ്പെൻസസ് ഒന്നും വേറെ കാണാനില്ല. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താൽ നമുക്ക് മറ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല. സോ ഇനിയുള്ളത് എന്താണ്, ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ബാലൻസ് ക്യാരി ഡൗൺ അഥവാ നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് 240 രൂപ. സോ ഇനി എന്താണ് വേണ്ടത്, നമ്മുടെ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ്, ബാലൻസ് ക്യാരി ഡൗൺ. ബാങ്ക് ആണ് നമുക്ക് വേണ്ടതല്ലേ, ബാങ്ക്. സോ എന്ത് ചെയ്യണം, ആ എമൗണ്ട് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. അതിന്റെ ടോട്ടൽ എമൗണ്ട് ഈസ് 39,070, 39,070 രൂപ, 39,070 രൂപയാണ് നമുക്ക് ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ വരുന്നത്. അങ്ങനെ നമുക്ക് ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ബാലൻസ് ആയിട്ട്, ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് ക്യാഷിന്റെ ബാങ്കിന്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 1,250 രൂപ, 1,250 രൂപ. സോ നമ്മുടെ ഫൈനൽ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ബാങ്കിന്റെ 1,250 രൂപ. സോ ഈ ഒരു ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസ് ആണെങ്കിൽ നമുക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകാനുള്ളത് എന്ന കാര്യം ഓർത്ത് വെക്കുക. സോ ബാങ്കിന്റെ 1,250, ക്യാഷിന്റെ 250. സോ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്യാഷ് ബുക്ക് ഫോർ കാൽക്കുലേറ്റിംഗ് നമ്മുടെ ബാങ്ക് ബാലൻസ്, ദാറ്റ് ഈസ് 1,240,250. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം.